അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ ഒരു ആയത്തെങ്കിലും കാണാതെ പഠിച്ചാൽ, മനനം ചെയ്താൽ ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഖുർആൻ നമ്മുടെ വീടുകളിൽ ഒരാളെങ്കിലും ഒരു ഹാഫിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ആ വീടിനും നമുക്കെല്ലാവർക്കും ബറക്കത്ത് കിട്ടുന്ന ഒരു കാര്യം കൂടി. പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ ഒരു ഹാഫിൽ ഉണ്ടായതിൻ്റെ പേര് ഒരു പക്ഷേ ഒരുപാട് റഹ്മത്തുകൾ ലഭിക്കാൻ ഒരു കാരണമായേക്കാം. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഓരോ വീടുകൾ ഒരു ഹാഫിലെങ്കിലും വേണം എന്നുള്ളത്. ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ആദ്യമൊക്കെ കുറേ എന്തായിരിക്കാം, ആദ്യം പഠിച്ചു തുടങ്ങുമ്പോഴൊക്കെ ഒരുപക്ഷെ ഒരു കഷ്ടപ്പാടൊക്കെ തോന്നിയേക്കാം. നമ്മുടെ മക്കൾക്കൊക്കെ ആദ്യമായിട്ടൊക്കെ സാധാരണ ഹിഫ്ലൊക്കെ പഠിക്കുമ്പോൾ ഈ ചെറുതിൽ നിന്നാണ് തുടങ്ങുന്നത്. അമ്മ ജുസു ചിലർക്ക് നാസ് തൊട്ട് ഇങ്ങോട്ട് തുടങ്ങും, ചിലർക്ക് അമ്മ തൊട്ട് തുടങ്ങും. അപ്പോൾ തുടക്കം തന്നെ വലിയ വലിയ ആയത്തുകളൊന്നും പഠിപ്പിക്കാതെ ആദ്യമായി ചെറിയ ചെറിയ ആയത്തുകൾ പഠിപ്പിച്ച് അവർക്കൊരു കോൺഫിഡൻസ്, അവർക്കൊരു ഇതെന്നെ കൊണ്ട് പറ്റുമെന്നുള്ളത് അവർക്ക് അവിടെ മനസ്സിൽ തോന്നിക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യമായി ചെറിയ ചെറിയ ആയത്തിൽ നിന്നാണ് തുടങ്ങുക, സൂറത്തിൽ നിന്നാണ് തുടങ്ങുക. അപ്പോൾ ആദ്യമൊക്കെ ഒരുപക്ഷെ നമുക്ക് തുടങ്ങുമ്പോഴൊക്കെ നമുക്കൊക്കെ എന്ത് തോന്നും, ഒരു ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ തോന്നും. പക്ഷേ അത് കുറച്ച് ഒരു സൂറത്ത് പഠിച്ചു, 2 സൂറത്ത് പഠിച്ചു, 3 സൂറത്ത് പഠിച്ചു, അത് പഠിച്ച് നമ്മൾക്ക് വീണ്ടും അങ്ങോട്ട് ഓരോ ദിവസങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കത് പഠിക്കുവാനുള്ള ആഗ്രഹങ്ങൾ നമുക്കേറും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, ഒരു പ്രയാസമൊക്കെ തോന്നും. പക്ഷേ ആ പ്രയാസം നമ്മൾ താണ്ടിയാൽ നമുക്ക് പിന്നെ ഖുർആൻ മനനം കാണാതെ പഠിക്കുന്നത് പോലെ മറ്റൊന്നും നമുക്ക് എളുപ്പമായി തോന്നില്ല. കാരണം ഖുർആൻ അത്രയ്ക്ക് എളുപ്പമാണ്. നമ്മുടെ മക്കളെയൊക്കെ എന്ത് ചെയ്യുക, പരമാവധി പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സൂറത്ത്, ഇപ്പോൾ സൂറത്തു നബ്, അമ്മ ജുസു നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സൂറത്തിലെ ഓരോ ആയത്ത് ഇപ്പോൾ അമ്മ യതസാഅലൂൻ എന്നുള്ള ഈ ഒരു ആയത്ത് നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാം. അങ്ങനെ ഓരോ 5 ആയത്തുകൾ പഠിക്കുക. 5 ആയത്തുകൾ കഴിഞ്ഞ് നിങ്ങൾക്ക് ഖുർആൻ ഫുള്ളും കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല, കുറച്ചെങ്കിലും പഠിക്കുക. നമുക്കൊക്കെ അറിയാം, ഈ അവസാന ഇപ്പോൾ നമ്മൾ തന്നെ ദർസിലൊക്കെ പഠിക്കുമ്പോൾ ചിലർക്കൊന്ന് ഹാഫിലാകാനുള്ള ചിലപ്പോൾ ഭാഗ്യം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുക, പരമാവധി ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവർ അവസാനത്തെ ഈ ഒരു ജുസു കാണാതെ പഠിക്കും. ചിലർ 2 ജുസു പഠിക്കും, ചിലർ 3 ജുസു പഠിക്കും. പരമാവധി കഴിയുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ പരമാവധി നമ്മുടെ മക്കളെയൊക്കെ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യുക. എൻ്റെ ഒരു മോനെയെങ്കിലും ഞാൻ ഹാഫിലാക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഒരു മകളെങ്കിലും ഞാനൊരു ഹാഫിലത്താക്കുമെന്നുള്ളത് നമ്മുടെ നിയ്യത്താണ്. നിയ്യത്ത് നല്ലതായിരുന്നാൽ അതിൻ്റെ തൗഫീഖ് അല്ലാഹ് നമുക്ക് തന്നോളും. നമ്മുടെ നിയ്യത്ത് മാത്രം നല്ലതായിരുന്നാൽ മതി. പടച്ച തമ്പുരാൻ തീർച്ചയായിട്ടും അതിനുള്ള വഴികൾ നമുക്ക് തുറന്നു തരും. അതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന സൂറത്ത് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മക്കളെ അവരെ കേട്ടുകൊണ്ട് അവരെ പഠിപ്പിക്കുക. 5 ആയത്ത് അവരെ കൊണ്ട് ഓതിപ്പിക്കുക. അത് അവരെ കൊണ്ട് കാണാതെ ഓതിപ്പിക്കുക. അവർ ഒരായത്തെങ്കിലും പഠിച്ചാൽ അതിനുള്ള കൂലി നമുക്ക് കിട്ടൂലേ? നമ്മൾ മാതാപിതാക്കൾ നമ്മളെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ഫുള്ള് പഠിക്കാൻ പറ്റുന്നില്ലേ? അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്യാം. അതിനോടൊപ്പം കഴിയുന്നില്ലേ? വേണ്ട, നിങ്ങളൊരു 5 ആയത്തെങ്കിലും പഠിക്ക്, നിങ്ങളൊരു 10 ആയത്തെങ്കിലും പഠിക്ക്. അത്രയും പഠിച്ചതായല്ലോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ, ബഹുമാനമുള്ളവരെ, ഇത് നമ്മൾ തമാശയായിട്ട് പറയുന്നതല്ല. നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ ഖുർആൻ പഠിക്കുന്ന എളുപ്പമായിട്ട് മറ്റൊന്നും നമുക്ക് തോന്നില്ല. അത്രയ്ക്ക് എളുപ്പമാണ് ഖുർആൻ അത്രയ്ക്ക് എളുപ്പം. നമ്മൾ പഠിച്ചാൽ നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ തോന്നും. പക്ഷേ ആ ഒരു പ്രയാസം നമ്മൾ മറികടന്നാൽ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മൾ ഓരോ ദിവസം നമ്മൾ ഓരോ സൂറത്തുകൾ പാരായണം ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് അമ്മ ജുസു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഖുർആനിലെ അവസാനത്തെ ജുസുവാണ്. അവസാനത്തെ ജുസുവിൻ്റെ ആദ്യമത്തെ സൂറത്തിൻ്റെ പേര് സൂറത്തു നബ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ ദിവസവും ഓരോ സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യും. കഴിയുന്നവരൊക്കെ
നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം മക്കളെയും കേൾപ്പിക്കുക, അവരെ കൊണ്ട് ഓതിപ്പിക്കുക, അവരെ കൊണ്ട് ഖുർആൻ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് അവരെ കൊണ്ട് കൈപിടിച്ച് അവരെ കൊണ്ട് ഓതിപ്പിച്ച് ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ അവരെ കൊണ്ട് ഒരു 5 ആയത്തെങ്കിലും കാണാതെ പഠിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും ഖുർആൻ പഠിക്കാനും ഖുർആൻ മനനം ചെയ്യാനും അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൻ നബ പാരായണം ചെയ്യാം. ഇൻഷാ അല്ലാഹ് നാളെ ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളിത് കഴിയുന്നവരൊക്കെ തുറന്നു നോക്കി അതൊന്ന് കേട്ട് നമ്മുടെ മക്കളെയും കേൾപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ 5 ആയത്തുകൾ മക്കളെ പഠിപ്പിച്ചാൽ മതി, കൂടുതലൊന്നും പഠിപ്പിക്കണ്ട. 5 ആയത്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു 5 ആയത്ത് പഠിപ്പിക്കുക, ആ 5 ആയത്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു 5 ആയത്ത് പഠിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അവർ 10 ആയത്ത് പഠിച്ചാൽ അതിൻ്റെ കൂലി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കാണ്. അതിനെ കൂലി നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സൂറത്തുൻ നബ നമുക്ക് പാരായണം ചെയ്യാം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون. كلا سيعلمون ثم كلا سيعلمون. ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا
رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا صدق الله العظيم. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ കേൾക്കുകയും ഇൻഷാ അല്ലാഹ് മക്കളെ പഠിപ്പിക്കുകയും ചെയ്യും. നമ്മളും പഠിക്കുക ഇൻഷാ അല്ലാഹ്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളും പഠിക്കുക. അഞ്ചായത്ത് വെച്ച് പഠിക്കുക. വീണ്ടും അഞ്ചായത്ത് ഓതുക. അങ്ങനെ കഴിയുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് കാണാതെ പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഖൈറാക്കട്ടെ. ഖുർആൻ പഠിക്കാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.